അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ഇതിലുള്ള സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എനിക്ക് അറിയില്ലൊന്നുമില്ല. ഇല്ല. അപ്പൊ ഇവക്ക് അറിയാം, എനിക്ക് അറിയാം. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത സാധനമാണ്. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് ഓൾറെഡി ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഗായ്സ്, ഇത് ജർമ്മൻ കിറ്റാണ്. അപ്പൊ ഗായ്സ്, ഇത് ശരിക്കും 999 രൂപയാണ്. പക്ഷെ എനിക്ക് ആമസോണിൽ 300 സംതിങ്ങിന് കിട്ടീനി. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യാം. നീ ബ്ലൂ അല്ല ഓർഡർ ചെയ്തത്? കിട്ടുക ഉറപ്പുള്ള അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം. ബ്രോ താ ബ്രോ. ഞാൻ പൊട്ടിക്കാം. ഇത് സൂക്കാൻ പാടില്ല. ഇതിൽ ബ്ലൂപ്പേഴ്സ് ബ്രോ അപ്പൊ ഗായ്സ്, നമുക്കിത് തുറക്കാം. വിളിച്ചു വന്നെ കണ്ട ബഹുമാനം. അപ്പം ഇതിലെല്ലാം എന്തെല്ലാം ഉണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിനെ കണ്ട ബുക്കിൽ എഴുതിച്ച് പോക്കായി ഗൈസ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് ജേർണൽ ചെയ്യാൻ പറ്റിയൊരു ബുക്കുണ്ട്. ബുക്കിൽ ക്യാരി പുസ്തകം. അപ്പം ഇതാ ഒരു മിനി ബുക്ക് ഉണ്ട് നമുക്ക് ജേർണലും ചെയ്യാൻ പറ്റിയ. ഓക്കെ, ഇത്ര നോക്കിയാൽ മതി. ഓക്കെ, അടുത്തത് ഇത് സാധനം അതിലെ ബുക്ക് പോയി നോക്കാം. അപ്പം ഇതെല്ലാം സാധനം അപ്പൊ ഗൈസ്, പേരറിയാത്ത കുറെ എന്തെല്ലാം സാധനങ്ങൾ. ഫസ്റ്റ് ഇതാ ഇങ്ങനത്തെ ഒരു കവറുണ്ട്. ഇതെന്താന്ന് അറിയാൻ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പം പിന്നെ 2 എന്തോ കോഡ്സ് പോലത്തെ സംതിങ് സാധനം. പക്ഷെ ജപ്പാനില് ഒന്നും ഇംഗ്ലീഷിലും ഒന്നും എന്തോ ഒരു ഭാഷയിലും. പിന്നെ ഉള്ളത് സ്റ്റിക്കേഴ്സ് അല്ലേ ഇത്? സ്റ്റിക്കേഴ്സ് ഉണ്ട് കുറച്ച്. ഇതിലൊക്കെ ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഉണ്ട്. ഇതിൻ്റെ പേര് അപ്പോൾ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. പേരൊന്നും അറിയില്ല, എന്നാലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലേ. അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയല്ല വിളിച്ചു. ഇതാ കുറച്ച് അധികം ഉണ്ട് കേട്ടോ അങ്ങനത്തെ. എന്താ തീരാത്ത. പിന്നെ 2 ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഇതാ പിന്നെയും കുറച്ച് പിക്ചേഴ്സ്. പ്രൊമോഷൻ പിക്ചേഴ്സ് ആണ് ബ്രോ. എന്തെങ്കിലും ആവട്ടെ ബ്രോ. അലാൻസിസ് ഇതാ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. നമുക്ക് അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ അതിൽ കണ്ടെത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ചീറ്റിങ് കളറ്. പിന്നെ ഇതാ കുറച്ച് കട്ട് ചെയ്യാൻ പറ്റിയ പിക്ചേഴ്സ് ഉണ്ട്. രാത്രി ഇങ്ങനത്തെ ഉണ്ട്. പിന്നെ 2 വാഷി ടേപ്സ് ഉണ്ട്. ആ സാധനം ഉണ്ട്. ഇതിപ്പോൾ തുറന്നാൽ അടിയടി പോവാം. അപ്പോൾ തുറക്കുന്നില്ല ഇങ്ങനത്തെ. പിന്നെ ഫോട്ടോ എടുത്തതല്ലേ? എല്ലാം ഫോട്ടോ തന്നെ ഗൈസ്. അപ്പം നമുക്ക് ഫോട്ടോ എടുത്ത് ഇതാക്കാം. മുറിക്കാൻ കഴിയും ഇങ്ങനത്തെ സാധനം. ഇതിലേക്ക് മതിയില്ല. പിന്നെ ഈ ഒരു സാധനമാണ് ഇത് മുറിക്കണം. ഓക്കെ, മെമോ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. ഇതാ ഈ സാധനം തന്നെ ഫുള്ളും. പിന്നെ ഇതും. പിന്നെ ഇതാ ഇതൊന്നും സാധനങ്ങൾ നമുക്കറിയില്ല കേട്ടോ. ഇതൊക്കെ എല്ലാം അറിയും. അപ്പോൾ
ഗായ്സ് എൻ്റെ ഈ കുട്ടി ജേണൽ സെറ്റിൽ ഇത് മാത്രമല്ല ഇനിയുണ്ട്. ഞാൻ കഴിഞ്ഞെന്നാ വിചാരിച്ചു. ഇത് ബാക്ക്ഗ്രൗണ്ട് പോലത്തെ ടൈപ്പാണ് തോന്നുന്നു. ഇങ്ങനത്തെ പോകണം. അപ്പോൾ ഗായ്സ് എൻ്റെ ഈ കുട്ടി ജേണൽ സെറ്റിൽ ഇത്ര സംഭവങ്ങളേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ബൈ.